ശ്രീഗുരുവായൂരപ്പൻ നിങ്ങളോട് കോപിക്കും. എങ്ങനെയാണെന്നറിയോ? കറുത്ത മഷിയുള്ള പേന കൊണ്ട് നാമം എഴുതിയാൽ നന്നായിട്ട് ദേഷ്യം വരും ഭഗവാന്. നാരായണീയം ഒരു ദശകം മാത്രമായി വായിച്ചാൽ ഉടനെ ഭഗവാൻ നിങ്ങളെ ഒലക്ക കൊണ്ട് അടിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇങ്ങനെ അനേകം തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് എന്ന് തോന്നുന്നു. അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ വീഡിയോ. നമസ്കാരം, കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ താമരപ്പൂ പിടിച്ചു നിൽക്കുന്ന കുഞ്ഞുണ്ണികൃഷ്ണനായിട്ടാണ് ഞാൻ കണ്ടിട്ടില്ല, കേട്ടറിവാണ്. ഇന്ന് ഗുരുവായൂർ പ്രദേശം മുഴുവനും തിരക്കിൽ ആണ്ടുപോയിരിക്കുകയാണ്. അത്രയധികം തിരക്കുകൾ, ഓരോ വീഥികളിലും തിരക്കായിരുന്നു, അമ്പലത്തിൽ തിരക്കാണ്, ചുറ്റും എല്ലായിടത്തും നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. അനേകം വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം വെക്കേഷൻ കഴിയാറായി, വെക്കേഷനിൽ വരുന്ന പബ്ലിക് ഹോളിഡേ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. ശ്രീ ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. എനിക്ക് ഈ അലങ്കാരം കേട്ടപ്പോൾ വിചാരിച്ചു, ഈ തിരക്കിനിടയിൽ ആരോ കണ്ണന് താമരപ്പൂ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഉണ്ണി കൃഷ്ണ ഇത് സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോ ഞാനിത് സ്വീകരിച്ചു. ഇനി നീ എങ്ങനെയാ ഞാനിത് സ്വീകരിച്ചു എന്നറിയാ, ഞാൻ അറിയിച്ചു തരാം എന്ന് കരുതിയിട്ടാണോ ശ്രീലകത്ത് താമരപ്പൂവും പിടിച്ചു നിൽക്കുന്നതെന്നൊരു സംശയമുണ്ട്. എന്തായാലും നമ്മുടെ ഉണ്ണികൃഷ്ണൻ താമരപ്പൂ പിടിച്ചാണ് നിൽക്കുന്നത്. ഉണ്ണികൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഇന്നത്തെ വീഡിയോ കണ്ടാൽ നിങ്ങളിൽ പലർക്കും ഒഫൻസീവായി തോന്നാൻ സാധ്യതയുണ്ട്. എത്ര ഒഫൻസീവായി, എത്ര നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയാലും ഞാൻ ഇന്ന് ഇത്തിരി നിങ്ങളോടൊക്കെ ദേഷ്യപ്പെടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആ ദേഷ്യം എനിക്ക് എന്തായാലും പ്രകടിപ്പിച്ചേ പറ്റൂ. അതിനായിട്ട് ആദ്യം ഞാൻ ചോദ്യം വായിക്കാം. വിജയശ്രീ എന്ന ഐഡിയിൽ നിന്നാണ് കാണുന്നത്. ഹായ് സവിത, നമസ്കാരം. ഞാൻ നാരായണ നാമം എഴുതുന്നുണ്ട്. ഞാൻ കറുത്ത മഷി പേന കൊണ്ട് എഴുതി തുടങ്ങിപ്പോയി. എന്തെങ്കിലും ദോഷമുണ്ടോ? പ്ലീസ് റിപ്ലൈ. ഇത് മൂന്നാമത്തെ തവണ ഈ ഒരു ചോദ്യം കണ്ടതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഞാനിത് എടുക്കണില്ല എന്ന് കരുതി മാറ്റിവെച്ച ചോദ്യമായിരുന്നു. വിജയശ്രീ മാഡം അടക്കം നിങ്ങൾ കൃഷ്ണാര്യ മിത്രങ്ങൾ എത്ര കാലമായി എൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട്? കൃഷ്ണാര്യ മിത്രത്തിൽ ഞാൻ വന്നിട്ട് തന്നെ 1 വർഷമായി. അതിന് മുമ്പത്തെ ചാനലിലും ഞാൻ 2 വർഷത്തോളം ഉണ്ടായിരുന്നു. ഏതാണ്ട് 3 വർഷം ഞാൻ നിങ്ങളോട് നിരന്തരമായി സംസാരിച്ചിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഉണ്ണികൃഷ്ണനെ കുറിച്ച് ഇങ്ങനൊരു ധാരണയാണോ മനസ്സിലുള്ളത്? അങ്ങനെയെങ്കിൽ ഞാൻ ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇനി മുന്നോട്ട് പോണില്ല എന്ന് തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ, കറുത്ത മഷിപ്പേനയും ചുവന്ന മഷിപ്പേനയും നീല മഷിപ്പേനയും തമ്മിൽ നിങ്ങൾക്ക് എന്ത് വ്യത്യാസം തോന്നണേ? ഇതെല്ലാം നമ്മൾക്ക് മനുഷ്യർക്കാണ് വ്യത്യാസമുള്ളത്. ഭഗവാൻ എന്ത് വ്യത്യാസമുള്ളത്? ഇത്ര ചെറിയ കാര്യത്തിന് ദോഷമുണ്ട് എന്ന് വിചാരിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഭക്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ 100% പറയുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ എന്താ പറയാ, വളരെ വളരെ നിസ്സാരമായ കാര്യം, അയ്യോ അങ്ങനെ ചെയ്താൽ ഭഗവാൻ ഇഷ്ടമല്ല, ഇങ്ങനെ ചെയ്താൽ, ആരാ ഭഗവാൻ നിങ്ങൾക്ക്? എനിക്കാരാണോ അതേപോലെ തന്നെ ആവണം നിങ്ങൾക്ക് എന്നൊന്നും ശാഠ്യം പിടിക്കുകയല്ല കേട്ടോ ഞാൻ. ശ്രീ ഗുരുവായൂരപ്പൻ യോഗേശ്വരനാണ്, മഹാപ്രഭുവാണ്. അദ്ദേഹത്തിനെ നമ്മൾ സ്നേഹിക്കുക മാത്രമേ വേണ്ടൂ. നമ്മൾ ഈ കലികാലത്തെ മനുഷ്യർക്ക് വേണ്ടിയാണ് ഭഗവാൻ അവതാരം എടുത്തതെന്നാണ് ഞാൻ വിശ്വസിക്കണേ. അന്നത്തെ ആ ദ്വാപര യുഗത്തിലെ കംസവധം നടത്താനൊന്നും അല്ല ഭഗവാൻ വന്നിരിക്കണത്. നമുക്ക് വേണ്ടിയാ ഭഗവാൻ വന്നിരിക്കണേ. കാരണം നമുക്ക് ഒരു ശുദ്ധവും ഇല്ല, വൃത്തിയില്ല, ചിട്ടയില്ല, സമ്പ്രദായം ഇല്ല, ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ള നമ്മളെ കൈപിടിച്ചുയർത്താനും വേണ്ട ഒരു ഈശ്വരൻ, അതിനാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. നിയമങ്ങളൊന്നും തന്നെ പാലിക്കപ്പെടാതെ ഒരു ഭക്ത ഓടിച്ചെന്ന ഭഗവാനെ വിളിക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കുന്നവനാണ് ഭഗവാൻ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഏത് നിയമമാണ് കൃഷ്ണനാൽ നടത്തപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ. വളരെ അധികം സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു ഭക്തന്മാരോട് മാത്രം പ്രസാദിക്കുന്ന ഈശ്വരനാണോ ഭഗവാൻ? ഒരിക്കലും അല്ല. കുചേലൻ, സുധാമാവ് നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണമാണ്. അനേകം അടുത്തടുത്ത വീടുകളിലൊക്കെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും, ഭഗവാൻ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അവർ ഇന്ന് ജീവിച്ചിരിക്കണേന്ന് പറയും. എന്നെ എടുത്തു നോക്കിക്കോളൂ, ഭഗവാൻ അനുഗ്രഹിച്ചിട്ടാണ് ഞാൻ ജീവിച്ചിരിക്കണേന്ന് പറയാം. ഇങ്ങനെ അനേകം പേരെ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. സൗന്ദര്യമുള്ളവരോട് മാത്രമേ ഭഗവാൻ അലിവുള്ളൂ, കരുണയുള്ളൂ എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ല. ഭഗവാൻ എല്ലാവർക്കും സമമായിട്ട്
അനുഗ്രഹം നൽകുന്ന മൂർത്തിയാണ്. അതുകൊണ്ടാണ് കുബ്ജ എന്ന ആ ഒരു കളഭം പോകുന്ന കംസന് കളഭം കൊണ്ടുപോകുന്ന ഭക്തയുടെ മുമ്പിൽ ഭഗവാന് അനുഗ്രഹം ചൊരിയാൻ സാധിച്ചത്. ഭഗവാനെ ദോഷം പറയുന്ന ആയിരുന്നു ശിശുപാലൻ. ഭഗവാനെ ദുഷിക്കുന്ന, ഭഗവാനെ നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ആളായിരുന്നു കംസൻ. ഈ ശത്രുതാ മനോഭാവത്തിൽ ഭഗവാനെ പൂജിച്ചവർക്ക് വരെ സായുജ്യം നൽകിയവനാണ് ഭഗവാൻ. ഇനി ഇതൊന്നുമല്ല, പ്രേമാർദ്ര മനസ്സുള്ളവരായിരുന്നു ഗോപികമാര്. അതിൽ തന്നെ പല രീതിയിൽ ആ ഭഗവാനെ മകനായി കണ്ട ആളായിരുന്നു പൂതന. പൂതന മകനായി കണ്ടു എന്നല്ല, പൂതന വിഷം ചേർത്ത പാല് കൊടുത്ത് ആ പാല് കുടിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഭഗവാൻ സായുജ്യം നൽകിയ ആ ഒരു ആത്മാവാണ് പൂതനയുടെ. അതേമാതിരി തന്നെ ഭഗവാനെ അമ്മ എന്ന രീതിയിൽ ആശ്രയിച്ച അനേകം ഭക്തരെ നമുക്കറിയാം. കുറൂരമ്മ, യശോദമ്മ, ദേവകി അമ്മ, പൂതനമ്മ, രോഹിണി അമ്മ, അനേകം അമ്മമാരെ നമുക്കറിയാം. ഇനി ഇതൊക്കെ വിടൂ, ഭഗവാനെ തൻ്റെ പതിയായി സ്വീകരിച്ച എത്രയോ ലക്ഷക്കണക്കിന് ഗോപികമാരെ കുറിച്ച് നമുക്കറിയാം. ഇവരെല്ലാവരെയും ഭഗവാൻ സ്വീകരിച്ചു. ഏത് രീതിയിൽ ഭഗവാനെ നമ്മൾ ആശ്രയിക്കുന്നു, ആ രീതിയിൽ ഏത് നേരത്ത് നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്നു, ആ നിമിഷം മുതൽ ഭഗവാൻ നമ്മുടെ എല്ലാ തെറ്റും പുറത്തുകൊണ്ട് നമ്മളോടൊപ്പം ഉണ്ടാവും. എന്ന് കരുതി അടുത്ത വീട്ടിൽ ഒരാളെ പോയി കുത്തിക്കൊന്നിട്ട് ഭഗവാൻ എന്നോട് ക്ഷമിച്ചോളും എന്ന് പറയണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ദോഷങ്ങൾ ഇതൊക്കെ കണക്കിലെടുക്കുന്നവനാണ് ഭഗവാൻ എന്നാണോ നിങ്ങൾ വിചാരിക്കണേ? അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. എന്ത് ചെറിയതിലേക്കാണ് നമ്മൾ ഭഗവാനെ ചുരുക്കുന്നത്? ഒരിക്കലും ചെറുതിലേക്ക് ചുരുക്കരുത് ഭഗവാനെ. യോഗീശ്വരനാണ്, മഹാപ്രഭുവാണ്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വേണ്ടി പാലും തൈരും വെണ്ണയും കഴിക്കുന്ന ഗോപാലനായി നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിലും ഭഗവാൻ യോഗീശ്വരനാണ്. ചുരുക്കരുത്. നമ്മുടെ മനസ്സിന്റെ ശുഷ്കസ്ഥിതിയിലേക്ക് ഭഗവാനെ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ഇതാണ് എൻ്റെ അപേക്ഷ. ഇതിന് ഒരു ഉദാഹരണമായിട്ട് ആചാര്യൻ പറഞ്ഞ ഒരു വാക്ക് പറയാം. അതെന്താന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നാരായണീയം പഠിക്കാനോ എൻ്റെ സംശയങ്ങൾക്കോ ഒക്കെ ആശ്രയിക്കുന്നത് തോട്ടം ഹരികൃഷ്ണൻ നമ്പൂതിരിയെയാണ്. ഇന്നത്തെ എൻ്റെ ഗുരുനാഥനായിട്ട് അദ്ദേഹത്തിൻ്റെ പാദ നമസ്കാരം ചെയ്തിട്ടാണ് ഞാൻ ഓരോ എപ്പിസോഡും തുടങ്ങാറുള്ളത്. അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണമാണ്. പണ്ട് കാലത്ത് തോട്ടം, വലിയ തോട്ടം, അതായത് കൃഷ്ണൻ നമ്പൂതിരിയുടെയും അച്ഛൻ വാസുദേവൻ നമ്പൂതിരി, തോട്ടം വാസുദേവൻ നമ്പൂതിരിയും തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയും കൂടി. തോട്ടം കൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്നത് ഈ ഹരികൃഷ്ണൻ നമ്പൂതിരിയുടെ അച്ഛൻ. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത്, തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയുടെ കുട്ടിക്കാലത്ത് തോട്ടം വാസുദേവൻ നമ്പൂതിരിയോട് കൂടിയിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് വന്ന് ഒരു ദിവസം ഇവിടെ താമസിക്കുന്ന സമയത്ത്, അന്നത്തെ കാലത്തൊക്കെ താമസിക്കാൻ വളരെ അടുത്തുള്ള ഇല്ലങ്ങളിലൊക്കെ ആശ്രയം കണ്ടെത്തുന്നവരായിരുന്നു വന്ന് വരുന്നവരൊക്കെ. കാരണം അത്രയൊന്നും തിരക്കൊന്നുമില്ല, അത്രയും ലോഡ്ജിങ് സംവിധാനങ്ങളും ഇല്ല. അപ്പൊ ഇന്ന് കാണുന്ന കൂവളത്തിന്റെ ചോട ഒരു ഇല്ലമായിരുന്നു പണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത്രയും അടുത്തുള്ള ഒരു ഇല്ലത്ത് അവർ താമസിക്കുകയാണ്, രാത്രിയിൽ കഴിച്ചു കൂട്ടുകയാണ്. ആ സമയത്ത് നാലമ്പലത്തിന്റെ അകത്ത് നിന്ന്, ശ്രീലകത്ത് നിന്ന് ഏതാണ്ട് ഒരു 1 മണി 1:30 മണി സമയത്ത് മണിയൊച്ച കേൾക്കാൻ ഇടയായിത്രേ. ഈ മണിയൊച്ച കേൾക്കുന്ന സമയത്ത് ഒരു വിഭാഗം കുറച്ചു പേര് തമ്മിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. തോട്ടം വാസുദേവൻ നമ്പൂതിരിയോടൊപ്പം അദ്ദേഹത്തിന്റെ സമകാലീനരായ ആളുകൾ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഈ മണിയേടി ശ്രീലകത്ത് നിന്ന് കേൾക്കുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു അത് എന്തെങ്കിലും എലി ചാടിയതായിരിക്കും. ഈ ശ്രീലകത്തൊക്കെ എലി ഉണ്ടായിരിക്കും, അതുകൊണ്ട് എലി ചാടിയതായിരിക്കും. അപ്പൊ മണി കിലുങ്ങുന്ന ശബ്ദം കേട്ടതായിരിക്കും. അതായത് ശ്രീലകത്ത് ആണോ അതോ നാലമ്പലത്തിന്റെ അകത്ത് നിന്നാണോ എന്നൊന്നും പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ. നാലമ്പലത്തിലെ എവിടെയെങ്കിലും മണി ഒച്ച കേൾക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, അല്ല, നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പന്റെ ഈ ഒരു പൊന്നു വിഗ്രഹത്തിന്, അഞ്ജനക്കൽ വിഗ്രഹത്തിന് പൂജ ചെയ്യാനായിട്ട് നടയടച്ചതിന് ശേഷം, അത്താഴ പൂജയും തൃപ്പുകയും കഴിഞ്ഞ് നടയടച്ചതിന് ശേഷം ദേവന്മാർ വരുന്നുണ്ട്, ദൈവ സാന്നിധ്യം ഉണ്ട്, ദേവന്മാരാൽ പൂജ ചെയ്യപ്പെടുന്നുണ്ട്, അതിൻ്റെ മണിയൊച്ചയാണ് കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഈ തോട്ടം കൃഷ്ണൻ നമ്പൂതിരി അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്താ തോന്നുന്നത്? ഇവർ രണ്ടുപേരും സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. അച്ഛൻ എന്താ തോന്നുന്നത്? അത് എലി ചാടിയതാണോ അതോ ദേവന്മാരാൽ പൂജ ചെയ്യപ്പെടുന്നതാണോ എന്ന്. ഉടനെ അച്ഛൻ പറഞ്ഞു, ഉണ്ണിക്ക് എന്താ തോന്നണത്? അത് എലി ചാടിയതാന്ന് വിചാരിക്കുന്നവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം.
അങ്ങനെ എലി ചാടിയതാണെന്നോ പൂച്ച ചാടിയതാണെന്നോ എലിയും പൂച്ചയും ഫൈറ്റ് ചെയ്യണതാണെന്നോ എന്ത് വേണമെങ്കിലും വിശ്വസിക്കാം. പക്ഷെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ദേവന്മാരാൽ പൂജ ചെയ്യപ്പെടാവുന്ന അത്രയും ഉയർന്ന ഭഗവാനാണ്. ആ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ അത് ദേവന്മാർ പൂജ ചെയ്യുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോ ഇങ്ങനെ പറയണമെങ്കിൽ നമ്മുടെ ഉണ്ണികൃഷ്ണനെ നമ്മൾ ഉയർത്തണം. ഉയർത്തി 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 എത്ര വലിയ ഉണ്ണികൃഷ്ണനാണോ അത്രയും വലിയ ഉണ്ണികൃഷ്ണനായാലുണ്ടല്ലോ, നമ്മുടെ ഉണ്ണികൃഷ്ണൻ അത്രയും വലുതായാൽ നമ്മളും ഓട്ടോമാറ്റിക്കലി അത്രയും വലുതാവും. നമുക്ക് അത്രയും അനുഗ്രഹം ഭഗവാന്റെ കിട്ടും ഇല്ലേ? നമുക്ക് ആശ്രയിക്കുന്ന ഒരാൾ, നമ്മളിപ്പോൾ ഒരു 10 രൂപ കടം വാങ്ങാൻ ഒരാളുടെ അടുത്ത് സമീപിക്കുകയാണ്. അയാളുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിലേ അയാൾ നമുക്ക് 10 രൂപ തരുള്ളൂ. അയാളുടെ കയ്യിൽ തന്നെ 11 രൂപയുള്ളൂ വിചാരിക്കുക, അയാളുടെ ആവശ്യങ്ങളും 15 രൂപയുടെയാണ് വിചാരിക്കുക, അയാൾ നമുക്ക് 10 രൂപ കടം തരൂ? ഒരിക്കലും ഇല്ല. അയാൾ നമ്മളെക്കാൾ ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്നുണ്ടെങ്കിലാണ് നമുക്ക് അയാളിൽ നിന്ന് ചോദിക്കാൻ പറ്റുള്ളൂ, അയാളിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. ഇതേമാതിരിയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ എത്ര ഉയരത്തിലാണോ അത്രയും അനുഗ്രഹദായകനാണ്. അതല്ലാതെ ചുവന്ന മഷിയുടെ പേന കൊണ്ട് എഴുതി കഴിഞ്ഞാൽ ഭഗവാന് ദേഷ്യം വരും. കറുത്ത മഷി ഭഗവാൻ ഇഷ്ടമേ അല്ല. നീലമഷി കൊണ്ട് തന്നെ നാമം എഴുതണം. ഇനി നാമം എഴുതുമ്പോൾ പകുതി നാമം, ഒരു പുസ്തകം നിറച്ചെഴുതിയില്ല, പകുതി മാത്രമേ എഴുതിയുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ ഉടനെ കോപിച്ചു. ബാക്കിയുള്ള പേജ് മറച്ചു നോക്കിയപ്പോൾ എന്തുകൊണ്ട് ഇത് ബ്ലാങ്ക് ആയിട്ട് വിട്ടു, ഇവളെ ഞാൻ അനുഗ്രഹിക്കില്ല അങ്ങനെ വിചാരിച്ചു. നാരായണീയത്തിലെ ഒരു ദശകം മാത്രം വായിച്ചു. അപ്പോൾ ഭഗവാന് ദേഷ്യം വന്നു. ഭഗവാൻ അവിടെ വന്നിരുന്നത് മുഴുവൻ വായിക്കണേ കേൾക്കാനായിരുന്നു. ഒരു ദശകം മാത്രം വായിച്ച് ഇവളെ ഞാൻ എങ്ങനെ സന്തോഷിപ്പിക്കാനാ, എനിക്ക് സൗകര്യമില്ല ഇങ്ങനെ പറഞ്ഞു. ഇവിടുന്ന് എഴുന്നേറ്റ് പോയി. ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ നിങ്ങളുടെ കൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ ഭഗവാൻ യോഗേശ്വരനാണ്. മനസ്സിലാക്കൂ. എനിക്കിത് കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടം വരികയാണ്. ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം എടുക്കുന്നത്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ദോഷമാണോ എന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ മനസ്ഥിതി മാറ്റൂ. നമ്മളുടെ ഉണ്ണികൃഷ്ണനാണ്, എന്തും എപ്പോഴും സ്വീകരിക്കുന്നവനാണ്. സവിതയുടെ ഇങ്ങനെ ഒരു മുഖം നിങ്ങൾ കണ്ടിട്ടേ ഇല്ല. അപ്പൊ നിങ്ങൾ എല്ലായ്പ്പോഴും വിചാരിക്കുക എന്താ സോഫ്റ്റ് ആയിട്ട് സവിത ആൻസർ പറയാന്ന്. എനിക്ക് സങ്കടം കൊണ്ടാണ്. ഞാൻ എത്ര തവണ 3 വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് കയറുന്നില്ല എന്നുള്ളതല്ലേ ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് എപ്പോഴും കുഞ്ഞു കാര്യങ്ങൾക്ക് അയ്യോ ഇത് ദോഷമാണ് കേട്ടോ, ഇത് ഭഗവാൻ ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിലേക്ക് വീണു പോകുന്നത്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയണത്. എനിക്ക് വേണ്ടിയല്ലേ ചോദിച്ചാൽ എൻ്റെ ഉപാസനയായിട്ട് ഞാൻ കൊണ്ട് നടക്കേണ്ടത്, എന്നെ കൊണ്ട് ഭഗവാൻ പറയിപ്പിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളിൽ പലരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ആ സ്ഥിതിക്ക് നിങ്ങളൊന്ന് മനസ്സിലേക്ക് എടുക്കൂ. യോഗേശ്വരനായ ശ്രീ ഗുരുവായൂരപ്പനെ ആശ്രയിക്കുമ്പോൾ നമ്മൾ കണക്കാക്കേണ്ടത് ഭഗവാൻ ഏറ്റവും ഉയരത്തിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ചെറിയ നിസ്സാരമായിട്ടുള്ള നമ്മുടെ അമ്മയെ പോലെ ആർദ്ര മനസ്സുള്ള ആളാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ. ഇനിയിപ്പോൾ ഇതിൽ പല ആൾക്കാർക്കും അമ്മമാരുടെ സ്നേഹം അത്രയധികം അനുഭവിക്കാൻ സാധിക്കാതെ പോയവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അവർക്ക് തോന്നും അമ്മയുടെ പോലെയാണോ, എന്നാൽ പിന്നെ അത്രയൊക്കെ ഇനി ഉണ്ടാവുള്ളൂ എന്ന് തോന്നും ഇല്ലേ? അങ്ങനെ തോന്നുന്നവരോടാണെങ്കിൽ നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആരെങ്കിലും ഭൂമിയിലുണ്ടെങ്കിൽ അതിനേക്കാൾ 100% കൂടുതൽ സ്നേഹിക്കുന്നവനാണ് ഭഗവാൻ. അതിനേക്കാൾ ആർദ്ര മനസ്സുള്ളവനാണ് ഭഗവാൻ. അപ്പോൾ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റ്, ഒന്നാമത് ഈ കറുത്ത മഷിയും നീലമഷിയും ഒന്നും തെറ്റല്ല കേട്ടോ. അല്ല, ഇനി എന്തെങ്കിലും അറിയാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ദോഷം സംഭവിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സംസ്ഥാപരാധം ചൊല്ലി ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കൂ. അത്രേ വേണ്ടൂ. നമ്മുടെ ഉണ്ണികൃഷ്ണനാണ്, നമ്മുടെ സ്വന്താണ്. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് കൊണ്ട് നടത്തുന്നവനാണ് നമ്മുടെ ഭഗവാൻ. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ഇനി മേലാൽ കൃഷ്ണാരിമിത്രത്തിൽ ആരും അയക്കരുത്. കാരണം എനിക്കിത് കണ്ടാൽ വല്ലാത്ത സങ്കടം വരും. ഭഗവാനെ കുറിച്ച് ഇത്രയും താന്ന രീതിയിൽ ചിന്തിക്കാതിരിക്കൂ. നല്ല ഉയർന്ന രീതിയിൽ തന്നെ ചിന്തിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങളെ കൊണ്ടേ സാധിക്കുള്ളൂ. ശ്രീ ഗുരുവായൂരപ്പനെ നമ്മളാണ് ഉയർത്തേണ്ടത്. അപ്പൊ ഭഗവാൻ ഉയർന്നല്ലേ ഇരിക്കണം. ഭഗവാൻ യോഗേശ്വരനാണ്. പക്ഷെ ആ ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ ഭഗവാൻ ഉയർന്നിരിക്കണം, ഉറപ്പായിട്ട് ഉയർന്നിരിക്കണം. അപ്പോൾ എൻ്റെ സ്വന്തം കൃഷ്ണനാണ്. എൻ്റെ സ്വന്തം കൃഷ്ണൻ ഏറ്റവും എന്തും നടത്തി തരുന്നവനാണ്. ഭഗവാൻ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല ഭൂമിയിൽ. അങ്ങനെ ഏത് പ്രാർത്ഥനയുടെ മുമ്പിലും നിങ്ങൾ അത് ചേർത്തോളൂ. ഉണ്ണി കൃഷ്ണ അങ്ങ് വിചാരിച്ചാൽ നടക്കാത്ത ഒന്നും തന്നെ എനിക്ക് ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞോളൂ, എനിക്ക് ആവശ്യമില്ല. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇത് പ്രാക്ടിക്കൽ ആക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഭഗവാനോട് അനേകം ആവശ്യങ്ങൾ പറയാറുണ്ട്. ഒരു ഉദാഹരണം പറയാം. എനിക്ക് നല്ലോണം തലമുടി ഉണ്ടായിരുന്നു. എൻ്റെ തലമുടിയൊക്കെ പോയിട്ടോ. ഇപ്പോൾ എനിക്ക് അത്ര തലമുടിയൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഈ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യകാലങ്ങളിൽ എനിക്ക് വലിയ വിഷമമായിരുന്നു. മുടിയുള്ളവർക്ക് പോകുമ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും.
നല്ല വിഷമായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ ഉണ്ണികൃഷ്ണന് ഇഷ്ടം മുടി പോണതാണ്, പോട്ടെ, അദ്ദേഹത്തിനെ കൊണ്ട് അത് നിർത്താൻ പറ്റാത്ത ഒന്നുമില്ല. ഞാൻ പലതും പരീക്ഷിച്ചു, എത്ര ശ്രമിച്ചിട്ടും അതൊന്നും തീരെ വർക്കാവുന്നില്ല, മുടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഭഗവാന്റെ തീരുമാനമാണ് ഇത്, ഇതിലൊരു മാറ്റവും ഇല്ല. എൻ്റെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വേണ്ടാന്ന്, എനിക്ക് വേണ്ട. ഭഗവാനെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യവും ഭൂമിയിലില്ല. അപ്പോ ഭഗവാൻ അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടാന്ന് വെച്ചത് തന്നെയാണ്. അതങ്ങനെ സ്വീകരിക്കൂ. അങ്ങനെ സ്വീകരിക്കാൻ നിങ്ങൾക്കും പറ്റും. നിങ്ങളും ശ്രമിച്ചു നോക്കൂ കേട്ടോ. ഞാൻ പറഞ്ഞ രീതി ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. എൻ്റെ വിഷമം കൊണ്ടാണ് ഞാൻ ഇത്രയും റിയാക്ട് ചെയ്തത്. ഇത് ഓവർ റിയാക്ട് ചെയ്തതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കൂ കേട്ടോ. അടുത്തതായിട്ട് രമ്യ നായർ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട സവിത, എനിക്കുണ്ടായ ഒരു അനുഭവം നല്ലതിനാണോ ചീത്തയ്ക്കാണോ എന്നറിയില്ല. എന്തു ചെയ്യും എന്ന് ആശങ്കപ്പെട്ടപ്പോൾ സവിതയോട് ചോദിക്കാം എന്നാണ് കരുതിയത്. എൻ്റെ അമ്മ ദ്വാരകയിൽ ഭഗവാന്റെ അടുത്ത് പോയി വന്നപ്പോൾ എനിക്ക് ഒരു ലഡു ഗോപാൽജിയുടെ പ്രതിമ കൊണ്ടുവന്നു. ഓടിൻ്റെ കളറാണ് അതിനെങ്കിലും യഥാർത്ഥത്തിൽ ഓടായിരുന്നില്ല, മെറ്റൽ. എനിക്ക് അത് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാനത് പൂജാമുറിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 2 മാസം മുന്നേ ഞാനത് വൃത്തിയാക്കാൻ എടുത്തപ്പോൾ ലഡു ഗോപാലകൃഷ്ണന്റെ തലഭാഗം പൊട്ടിപ്പോന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി. ആകെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ലഡു ഗോപാലകൃഷ്ണന്റെ പ്രതിമയായിരുന്നു അത്. പൊട്ടിപ്പോയ പ്രതിമകൾ വീട്ടിലകത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അത് കവറിലിട്ട് പുറത്തു വെച്ചിട്ടുണ്ട്. എവിടെയും കളയാനും മനസ്സ് വരുന്നില്ല. നല്ലതിൻ്റെ അടയാളമായി ഇതിനെ എങ്ങനെ കണക്കാക്കാൻ സാധിക്കും എന്ന് എനിക്കറിയില്ല. ഇതിനുശേഷം എനിക്ക് യൂട്രസ് എടുത്ത് കളയുന്ന ഒരു സർജറി ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഗുരുവായൂരപ്പൻ എനിക്ക് തന്ന സൂചനയാണോ അത്? ആ പ്രതിമയുടെ തലയല്ലേ പൊട്ടിപ്പോയത്? എൻ്റെ ശരീരത്തിൽ നിന്നും ഒരു അവയവവും പോയില്ലേ? പക്ഷെ എനിക്ക് ആ സർജറി നിർബന്ധവുമായിരുന്നു. അപ്പോൾ ഇത് നല്ലതിനല്ലേ? ചിന്തിക്കുമ്പോൾ ആകെ ഒരു അങ്കലാപ്പ്. ഒന്ന് പറഞ്ഞു തരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കാൻ പറ്റുന്ന വിഗ്രഹമാണെങ്കിൽ എവിടെയും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. യൂട്രസ് റിമൂവ് ചെയ്തതല്ലാതെ രമ്യയെ ആരും റിമൂവ് ചെയ്തിട്ടില്ലല്ലോ. രമ്യയ്ക്ക് അസുഖം വന്നു. രമ്യയുടെ യൂട്രസ് റിമൂവ് ചെയ്ത് കളഞ്ഞ് ബെഡ് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഉഷാറായി തിരിച്ചു വന്നു. അതിന് പകരം രമ്യയെ എടുത്ത് കളയല്ലോ ചെയ്തത്. ഇതേമാതിരി ആ വിഗ്രഹത്തിൻ്റെ കേടുപാടുകൾ തീർക്കാൻ സാധിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് തീർത്തുകൊണ്ട് ഭഗവാനെ വീണ്ടും പൂജിക്കാൻ അതേ വിഗ്രഹം എടുക്കുന്നതിൽ തെറ്റില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, അനേകം ആചാര്യന്മാരെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കയ്യോ കാലോ ഒടിഞ്ഞാൽ നിങ്ങളത് റിപ്പയർ ചെയ്യല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ചോദ്യം ഇതിനു മുൻപ് വന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. പൊട്ടിയ വിഗ്രഹങ്ങൾ വെക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെയും ചിന്ത. ഞാനും അങ്ങനെ കേട്ടിരിക്കണം, പൊട്ടിയ വിഗ്രഹങ്ങൾ വെക്കാൻ പാടില്ല. അപ്പൊ ഇതിന് എന്താ ആൻസർ പറയേണ്ടത് അറിയില്ല. ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നത്. ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് ക്യാമറ ഓൺ ചെയ്ത ആ നിമിഷം ഇതുപോലെ ഞാനിങ്ങനെ വായിക്കില്ലേ, ഈ ചോദ്യം വായിച്ച ആ നിമിഷത്തിൽ എൻ്റെ മനസ്സിൽ വന്ന തോട്ട് എന്താണെന്നറിയോ? ഗുരുവായൂർ അമ്പലത്തില് അനേകം കൃഷ്ണ ശില്പങ്ങൾ ഓരോ തൂണിലും കാണും. ഞാൻ ഓരോ തൂണും തൊട്ട് തൊഴുതിട്ടൊക്കെയാണ് പോവാറ്. അതിൽ ഞാൻ തൊട്ട് തൊഴുന്ന ഒരു കാളിയ മർദ്ദന രൂപനായിട്ടുള്ള കൃഷ്ണനുണ്ട്. ആ കൃഷ്ണന്റെ കാലിലെ 5 വിരലുകളും പൊട്ടിപ്പോയി. എന്നിട്ടും അത് ആരും റിപ്പയർ ചെയ്തിട്ടുമില്ല, മാറ്റിയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇന്നും ആ കാളിയ മർദ്ദന വിഗ്രഹം അതേപോലെ തന്നെ അവിടെ കാണാനുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? ശ്രീ ഗുരുവായൂരപ്പന്റെ അടുത്ത് അങ്ങനെ ഒരു വിഗ്രഹം വെക്കുന്നതിൽ ഒരു തെറ്റും തോന്നുന്നില്ല, അല്ലെങ്കിൽ ഒരു ശില്പം, വിഗ്രഹം എന്ന് പറയാൻ പറ്റില്ല, അതിന് ഒരു ശില്പം വെക്കുന്നതിൽ ഒരു തെറ്റും തോന്നുന്നില്ലെങ്കിൽ നമുക്കും അങ്ങനെ വെക്കാമല്ലോ എന്ന് എനിക്ക് ആ നിമിഷം ഓർമ്മ വന്നു. അപ്പോ ഞാൻ പറഞ്ഞ ആൻസർ എനിക്ക് ഭഗവാൻ പറഞ്ഞു തന്ന ആൻസർ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നിങ്ങളുടെ കയ്യോ കാലോ ഒടിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? റിപ്പയർ ചെയ്തിട്ട് അത് ശരിയാക്കിയിട്ട് മുന്നോട്ട് ജീവിക്കും, ഇല്ലേ? ഇതേപോലെ വിഗ്രഹത്തിന് എന്തെങ്കിലും കേടുപാടുകൾ നമുക്ക് നേരെയാക്കി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ അത് നേരെയാക്കി ഉപയോഗിക്കുക. പല ആളുകൾക്കും ഉപേക്ഷിക്കാൻ പറ്റാത്ത അടുപ്പം പല വിഗ്രഹങ്ങളോടും തോന്നാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകിച്ച് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതുകൊണ്ട് രമ്യയുടെ സംശയം തീർന്നിട്ടില്ല എങ്കിൽ ഗുരുവായൂരപ്പനോട് തന്നെ നറുക്കിട്ട് എഴുതി നോക്കി ഇതിവിടെ റിപ്പയർ ചെയ്ത് തിരിച്ചു വെക്കുകയാണോ വേണ്ടത്, അതോ ഞാൻ ഉപേക്ഷിക്കുകയാണോ വേണ്ടത് എന്ന് 2 പേപ്പറിലായിട്ട് എഴുതിയിട്ട് നോക്കിയാൽ, നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കിട്ടുന്ന ആൻസർ എന്താണോ അതുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് ഹേമാംബിക എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്. സവിത, ഞാൻ ബുക്ക് എഴുതിയിട്ടുണ്ട്. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഗുരുവായൂരിൽ കൊണ്ടുവന്ന അവിടെ എവിടെ വെക്കേണ്ടത് എന്നൊന്ന് പറയാമോ? ബുക്ക് എഴുതിയിട്ടുണ്ട് കുറേ കാലം മുമ്പ്. ഗുരുവായൂരിൽ വന്ന എവിടെയാണ് വെക്കേണ്ടത് എന്നാണ്
ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കൊണ്ടുവരുന്ന എന്തും നമുക്ക് കൊടിമരത്തിന്റെ ചോടയുള്ള ഭണ്ണാരത്തിന്റെ മുകളിൽ വെക്കാം. നാമം എഴുതിയ പുസ്തകമാണെങ്കിൽ നമുക്ക് നാലമ്പലത്തിനകത്ത് മണ്ഡപത്തിലായാലും സമർപ്പിക്കാം. നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്നില്ല എങ്കിലാണ് കൊടിമരത്തിന്റെ ചോടയുള്ള ഭണ്ണാരത്തിന്റെ മുകളിൽ വെക്കേണ്ടത് കേട്ടോ. അടുത്തതായിട്ട്, ഹായ് ചേച്ചി, കേൾക്കാതെ പോലെ ഞാൻ ഒരിക്കലും ഒരു പ്രോബ്ലത്തിനും ആരോടും പോകാറില്ല. എൻ്റെ ഫാമിലി ലൈഫ് സങ്കടങ്ങൾ മാത്രമേ തരുന്നുള്ളൂ. ഞാൻ നാരായണ നാമമല്ലാതെ വേറൊന്നും ചൊല്ലാൻ തോന്നാറില്ല. എത്ര വിളിച്ചിട്ടും എൻ്റെ ഒരു പ്രാർത്ഥന പോലും കേൾക്കാത്ത പോലെയുണ്ട്. ഞാൻ ഇനി എന്ത് ചെയ്യും എന്നറിയില്ല. ചേച്ചിയോട് പറയുമ്പോൾ അത് വായിച്ച് കേൾക്കുമ്പോൾ ഒരു സമാധാനം. ചേച്ചി വായിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ കേൾക്കും എന്നൊരു തോന്നൽ. ഞാൻ വായിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾ പറയുമ്പോഴും ഗുരുവായൂരപ്പൻ കേൾക്കും. എൻ്റെ പ്രാർത്ഥനയൊന്നും ഭഗവാൻ കേൾക്കില്ല. സവിത പറഞ്ഞാൽ പെട്ടെന്ന് കേൾക്കും. ഇല്ല, അങ്ങനെ ഇല്ല. എൻ്റെ കൃഷ്ണനും എൻ്റെ ഗുരുവായൂരപ്പനും നിങ്ങളുടെ കൃഷ്ണനും നിങ്ങളുടെ ഗുരുവായൂരപ്പനും ഒക്കെ ഒരാളല്ലേ. ഞാൻ പറഞ്ഞാൽ മാത്രമല്ല, നിങ്ങൾ പറഞ്ഞാലും കേൾക്കും. ഇനി എനിക്ക് ചില ആൾക്കാർ പറയാറുണ്ട്, ഇന്ന് അമ്പലത്തിൽ പോകുമ്പോൾ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അത് പറയുന്നത് തെറ്റില്ല കേട്ടോ. കാരണം നിങ്ങൾ ഇന്ന് അമ്പലത്തിലേക്ക് പറഞ്ഞില്ല, ഞാൻ അമ്പലത്തിൽ പോയി പറയുന്നു. അതിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഉണ്ണികൃഷ്ണൻ അങ്ങനെ അമ്പലത്തിൽ പോയി പറയണമെന്നില്ല, ഇന്ന നേരത്തെ പറയണമെന്നില്ല, ഇന്ന കാലത്ത് പറയണമെന്നില്ല. എപ്പം നിങ്ങൾ പറഞ്ഞാലും കേൾക്കുന്നില്ല എന്നുള്ളതൊക്കെ നമുക്ക് ഒരു കാലഘട്ടത്തിൽ തോന്നുന്നതാണ്. ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയി നോക്കൂ, ഭഗവാൻ കേൾക്കാതിരിക്കില്ല എന്നേ. എങ്ങനെയാണെന്നറിയോ, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്നൊരു കുഴി വന്നു. ആ കുഴിയിൽ നമ്മൾ വീണു, നമുക്ക് കയറാൻ പറ്റുന്നില്ല. കുറേ ശ്രമിച്ചിട്ടും നമുക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ കൂടെ നടന്നിരുന്ന ഗുരുവായൂരപ്പൻ ഉണ്ടല്ലോ, ഗുരുവായൂരപ്പൻ പുറത്തിങ്ങനെ നിൽക്കുന്നുമുണ്ട്. അപ്പം ഭഗവാനോട് നമ്മൾ ചോദിക്കുകയാണ്, എന്താ ഉണ്ണികൃഷ്ണ കണ്ടില്ലേ, ഞാൻ കണ്ടില്ലല്ലോ ഈ കുഴി, ഞാനിതിൽ വീണു പോയല്ലോ, എന്നിട്ട് എനിക്കിതിൽ നിന്ന് കയറാൻ സാധിക്കുന്നില്ലല്ലോ. ഭഗവാൻ എന്താ എനിക്ക് കൈ തരാത്തത്, എന്നെ എന്താ ഇതിൽ നിന്ന് മാറ്റിക്കളയാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭഗവാൻ കൈ നീട്ടി നമ്മളെ ആ കുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റി മുന്നോട്ട് നോക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് അഗാധമായ ഒരു ഗർത്തമായിരുന്നു മുമ്പിൽ. അതിൽ നിന്നാണ് കുഞ്ഞൊരു കുഴിയിൽ തട്ടിയിട്ട് നമ്മളെ രക്ഷിച്ചത്. ഒരിക്കലും ഗുരുവായൂരപ്പൻ നമ്മളെ കൈവിടില്ല. വീണു 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 എന്ന് നമുക്ക് തോന്നുകയുള്ളൂ, വീഴില്ല കേട്ടോ. മുറുക്കി പിടിക്കും, ഒരു സംശയവും ഇല്ല. മുറുകെ 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 പിടിച്ചോളൂ. ശ്രീ ഗുരുവായൂരപ്പൻ കേൾക്കാത്ത പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, ഉറപ്പാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, അനേകം ആചാര്യന്മാരുടെ വാക്കുകളാണ്. കുറൂരമ്മ പറഞ്ഞിട്ടുണ്ട്, 7 ജന്മം അനുഭവിക്കണം എന്ന് പറഞ്ഞ വയറ് വേദനയാണ് നാമം ചൊല്ലി ഭഗവാന്റെ നിവേദ്യം കഴിച്ച ആൾക്ക് ദ്രുതഗതിയിൽ മാറിയത്. 7 ജന്മത്തേക്കുള്ളതാണ് കേട്ടോ മാറിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നാമം ചൊല്ലിയ മാറാത്ത ഒന്നുമില്ല. അത് അമ്മ പറഞ്ഞാൽ ഭഗവാന് പെട്ടെന്ന് മനസ്സിലായി. ഭഗവാൻ പറഞ്ഞു, ശരി വേണ്ട, 7 ജന്മം ഒന്നും അനുഭവിക്കേണ്ട, ഇപ്പൊ തന്നെ ഞാൻ തീർത്തു കൊടുത്തേക്കാം എന്ന്. ഇതേമാതിരി നിങ്ങളും പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥനകളൊന്നും തന്നെ ഭഗവാൻ വിഫലമാക്കി കളയില്ല കേട്ടോ. ഷീബ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, അഹസ വഴിപാട് നടത്തുമ്പോൾ സ്റ്റാഫിന്റെ ക്യൂവിൽ കൂടി ഗുരുവായൂരപ്പനെ തൊഴാൻ പറ്റുമോ? പറ്റുമെങ്കിൽ എത്ര പേർക്ക് കയറാൻ പറ്റും? പറ്റില്ല. ഇവിടെ നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ മാത്രമേ നമുക്ക് അങ്ങനെ കടക്കാൻ പറ്റുള്ളൂ കേട്ടോ. വേറെ ഒരു വഴിപാട് ഷീട്ടാക്കിയാലും നമുക്ക് അങ്ങനെ കടക്കാൻ പറ്റില്ല. പിന്നെ 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചോറ് കൊടുത്താൽ അച്ഛനും അമ്മയ്ക്കും കുട്ടിക്കും കൂടി കടക്കാൻ പറ്റും. വേറെ ഒന്നിനും അങ്ങനെ ഒരു ആനുകൂല്യമില്ല. കുട്ടകത്തിൽ വെക്കുന്ന പഴം എടുക്കാമോ? അയ്യപ്പന്റെ ഭാഗത്ത് ഇരിക്കുന്നത് കണ്ടു, കൂത്തമ്പലത്തിന്റെ മുന്നിൽ. എടുക്കാം. അതിന്റെ താഴെ തന്നെ വേറൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട്, അത് ഭഗവാനെ നേദിച്ചിട്ടുള്ളത് തന്നെയാണ്, അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതുൽ പി നാഥ് എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി, ഉദയാസ്തമന പൂജ വഴിപാട് ചെയ്യുന്നവർക്ക് ഒരു ദിവസത്തെ എല്ലാ പൂജകളും വാതിൽ മാടത്തിൽ നിന്ന് തൊഴാൻ സാധിക്കുമോ? സാധിക്കും, പക്ഷെ പൂജ ഷീട്ടാക്കുന്ന ആൾക്കാർക്കാവില്ല. അവരുടെ ഡിസെൻഡൻസിനായിരിക്കും അങ്ങനെ സാധിക്കുക. കാരണം ഇപ്പോൾ 2000-2001 കാലഘട്ടത്തിൽ ഷീട്ടാക്കിയ പൂജയുടെ ആൾക്കാരാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കണ്ടോ അറിയില്ല. അവരുടെ തലമുറയിൽപ്പെട്ട അടുത്ത ആൾക്കാരായിരിക്കാം അല്ലേ ചിലപ്പോൾ. അതും ഒരു ദിവസം 5 പൂജക്കാർ ഉണ്ടാവും. അപ്പോൾ എല്ലാ പൂജകളും സാധിച്ചില്ലെങ്കിലും നമുക്ക് ദീപാരാധനയുടെ സമയത്ത് വാതിൽമാടത്തിൽ കയറി നിന്ന് തൊഴാൻ സാധിക്കും. അരിയളവിൻ്റെ സമയത്ത് അകത്ത് ഉണ്ടാവണം എന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ എല്ലാ പൂജകളും സാധിക്കും. എല്ലാ പൂജകൾക്കും വാതിൽമാടത്തിൽ നിന്നുകൊണ്ട് തൊഴാൻ സാധിക്കില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അത്ര ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും വീഡിയോ നീണ്ടു പോകുന്ന കാരണം ഞാൻ നിർത്താണ്. അടുത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യ പ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.